ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്സ് ഫോർ സിംപ്ലിഫയിങ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, എൻഹാൻസിങ് എറർ ഡിറ്റക്ഷൻ ആൻഡ് റെഡ്യൂസിങ് കോംപ്ലക്സിറ്റി. ഇവിടെ എറർ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെ സിംപ്ലിഫൈ ചെയ്ത് എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡ് ഏതാണെന്ന്. ഇവിടെ ബൈനറി കോഡഡ് ഡെസിമൽ ഉണ്ട്, എക്സസ് 3 കോഡ് ഉണ്ട്, 9's കോംപ്ലിമെന്റ് ഉണ്ട്, 10's കോംപ്ലിമെന്റ് ഉണ്ട്. ഇവിടെ ഓപ്ഷൻ ബി എക്സസ് 3 കോഡ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. എക്സസ് 3 കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? BCD കോഡിന്റെ കൂടെ ഡെസിമൽ നമ്പർ ആയ 3 ആഡ് ചെയ്യുന്നു. 3 എന്ന് പറയുന്നത് ബൈനറിയിൽ എങ്ങനെയാണ്? 0011 എന്നാണ്. അതായത് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD എടുത്തിട്ട് അതിന്റെ കൂടെ 3 ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എക്സസ് 3 കോഡ്. ഇത് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷന് യൂസ് ചെയ്യുന്നുണ്ട്. എറർ ഡിറ്റക്ഷൻ കോഡ്സിന്റെ കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പാരിറ്റി കോഡ്, ഹാമിംഗ് കോഡ്, പിന്നെ നമ്മൾ സ്ലൈറ്റ്ലി എക്സസ് 3 കോഡും BCD കോഡ്സും എറർ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബിയും റൈറ്റ് ആണ്, ഓപ്ഷൻ എയും റൈറ്റ് ആണ്. പക്ഷെ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി എക്സസ് 3 കോഡ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബിറ്റ്സ് ആർ നീഡഡ് ടു സ്റ്റോർ 1 എക്സസ് 3 കോഡ്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു BCD നമ്പറിന്റെ കൂടെ ഒരു ഡെസിമൽ വാല്യൂ 3 അല്ലെങ്കിൽ ബൈനറി വാല്യൂ എടുക്കുകയാണെങ്കിൽ 0011 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ആണ് എക്സസ് 3 കോഡ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും BCD കോഡിന് എത്ര ബിറ്റ്സ് ആണോ വേണ്ടുന്നത് അതേ നമ്പർ ഓഫ് ബിറ്റ്സ് തന്നെയാണ് എക്സസ് 3 കോഡിനും വേണ്ടത്. സോ ഓപ്ഷൻ ബി 4 ബിറ്റ്സ് എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ഓരോന്നായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡെസിമൽ 10 ഈസ് റെപ്രസെന്റഡ് ആസ് 1000 ഇൻ ബൈനറി കോഡ്. ഡെസിമൽ 10 എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്താണ്? 1010 ആണ്. സോ ഈ ഓപ്ഷൻ റോങ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ, ഡെസിമൽ 9 ഈസ് റെപ്രസെന്റഡ് ആസ് 1011 ഇൻ എക്സസ് 3 കോഡ്. ഡെസിമൽ 9 എങ്ങനെയാണ് നമ്മൾ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുക? 8421 കോഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ 1001 എന്ന് പറയുന്നതാണ് ബൈനറിയിലെ 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 0011 ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എക്സസ് 3 കിട്ടുക. അപ്പോൾ 11 1 + 1 0 വിത്ത് ക്യാരി 1 1 + 1 again 0 വിത്ത് ക്യാരി 1 1 + 0 1 1 + 0 1. അപ്പോൾ 1100 ആണ് വരേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1011 എന്നാണ്. സോ ഇതും റോങ് ആണ്. ഡെസിമൽ 9 ഈസ് റെപ്രസെന്റഡ് ആസ് 1010 ഇൻ BCD കോഡ്. അല്ലല്ലോ, നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞിരുന്നു 9നെ BCD റെപ്രസെന്റ് ചെയ്യുന്നത് 1001 ആണ്, 1010 അല്ല. സോ ഇതും റോങ് ആണ്. ഡെസിമൽ 10 റെപ്രസെന്റഡ്, ഡെസിമൽ 10ന്റെ BCD എന്താണ്? 1010. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേ കോഡാണ് ചോദിച്ചിരിക്കുന്നത്. ഡെസിമൽ ടു ഗ്രേ കോഡ് കൺവേർഷൻ നമ്മൾ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ലെറ്റർ അതുപോലെ തന്നെ എഴുതുക. അത് കഴിഞ്ഞ് അടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് 1 + 0 1 കിട്ടും. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ്സ് കൂട്ടുക. 0 + 1 1 കിട്ടും. ഇവിടെയും 1 + 0 1 കിട്ടും. സോ ഇത് കറക്റ്റ് ആണ്. ഡെസിമൽ 10 ഈസ് റെപ്രസെന്റഡ് ആസ് 1111 ഇൻ ഗ്രേ കോഡ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. Next question, in a R2R ladder DAC, the typical value of R ranges from. ഇവിടെ നമ്മുടെ R2R ladder DAC ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിനെ പറ്റിയാ പറയുന്നത്. നമുക്കറിയാം ഇവിടെ 2 വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ആറും പിന്നെ അതിന്റെ ഡബിൾ ആയിട്ടുള്ള 2R. അപ്പോൾ അതിന്റെ റേഞ്ചസ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അത് ഓർത്തു വെച്ചിരിക്കുക. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 2.5 കിലോ ഓം ടു 10 കിലോ ഓം വരെയാണ് നമ്മുടെ ആറിന്റെയും 2Rന്റെയും വാല്യൂ റേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിന്റെ പെർഫോമൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ R2Rനെ ഈ ഒരു റേഞ്ച് ഓഫ് വാല്യൂസിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈസ് ഓഫ് മാനുഫാക്ചറിങ് വിത്തിൻ ദ DACക്ക് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നു? 2.5
ആൻഡ് 10 കിലോ ഓം എന്ന് പറയുന്നതിന്റെ ഒരു സ്പെസിഫിക് റേഞ്ച് പറയുന്നത് നമ്മുടെ ഡിസൈനിന്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് R to 2R ലാഡർ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ 2 വാല്യൂസ് ഓഫ് റെസിസ്റ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതൊരു IC ചിപ്പാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ അത് മാനുഫാക്ചറിങ് പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ഇവിടെ ചെയ്യുന്നത് ഡിജിറ്റൽ ബൈനറി ഇൻപുട്ടിനെ അനലോഗ് വോൾട്ടേജ് ഔട്ട്പുട്ട് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ആണ്. സോ ഇവിടെ ഡിജിറ്റൽ എന്ന് പറയുന്നത് ബൈനറി നമ്പേഴ്സ് ആയിരിക്കും, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഈ R2R എന്ന് പറയുന്നത് ലാഡർ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. ഇവിടെ ഓപ്ഷൻ ബി 2.5 കിലോ ഓം ടു 10 കിലോ ഓം എന്നുള്ള വാല്യൂസ് ഓർത്തു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡ് ഈസ് യൂസ്ഡ് ഫോർ ലേബലിംഗ് ദ സെൽസ് ഓഫ് എ കാർനോഫ് മാപ്പ്? അതായത് കെ മാപ്പ്. കെ മാപ്പിലെ സെൽസ് നമുക്കറിയാം 2x2 ഉണ്ട്, അതേപോലെ 4x4 കെ മാപ്സ് ഉണ്ട്. അതിലെ നമ്മുടെ എന്താണ് കറസ്പോണ്ടിങ് സെൽസ് ലേബൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഗ്രേ കോഡാണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഗ്രേ കോഡിന്റെ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് അത് അവിടെ യൂസ് ചെയ്യുന്നത്. ഗ്രേ കോഡ് എന്ന് പറയുന്നത് യൂണിറ്റ് ഡിസ്റ്റൻസ് കോഡാണ്. യൂണിറ്റ് ഡിസ്റ്റൻസ് കോഡാണ്. യൂണിറ്റ് ഡിസ്റ്റൻസ് കോഡ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസിക്വന്റ് ആയിട്ടുള്ള 2 വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 1 ബിറ്റ് പൊസിഷൻ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അടുത്തടുത്ത 2 വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ 1 ബിറ്റ് പൊസിഷൻ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് കെ മാപ്പിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മിൻ ടേമും മാക്സ് ടേമും ഒക്കെ അറേഞ്ച് ചെയ്യാൻ കുറെ കൂടെ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഗ്രേ കോഡ് യൂസ് ചെയ്യുന്നത്. മറ്റു കോഡ്സിനൊന്നും ആ ഒരു പ്രോപ്പർട്ടി ഇല്ല. നമ്മുടെ അടുത്തടുത്ത 2 വാല്യൂസ് എടുക്കുമ്പോൾ ഒരൊറ്റ ബിറ്റ് പൊസിഷനിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, The figure of merit of a logic family is often measured in the unit of. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഫിഗർ ഓഫ് മെറിറ്റിന്റെ യൂണിറ്റ് എന്തെന്നാണ്? ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ്, ഫിഗർ ഓഫ് മെറിറ്റിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഡിലേ ഇൻറ്റു പവർ ഡിസിപ്പേഷൻ എന്നുള്ളതാണ് ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിലേ എന്ന് പറയുന്നത് നാനോ സെക്കൻഡിലും പവർ എന്ന് പറയുന്നത് മില്ലി വാട്ടിലും ആയിരിക്കും മെഷർ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പൈക്കോ ജൂൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. പൈക്കോ ജൂൾ ആണ് ശരിക്കുള്ള ഇതിന്റെ യൂണിറ്റ്, ഫിഗർ ഓഫ് മെറിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, പൈക്കോ ജൂൾ. പിന്നെ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് TPD എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിലേ ടൈം ഇൻ ഗോയിങ് ഫ്രം ഹൈ ടു ലോ ലോജിക്, അതേപോലെ തന്നെ ലോ ടു ഹൈ ലോജിക്കിലേക്ക് പോകുമ്പോൾ ഉള്ള ഡിലേ ടൈമിന്റെയും ആവറേജ് വാല്യൂ ആണ് ടോട്ടൽ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. അപ്പോ TPHL പ്ലസ് TPLH ഡിവൈഡഡ് ബൈ 2, ഇതിന്റെ രണ്ടിന്റെയും ആവറേജ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പവർ ഡെസിപ്പേഷൻ എന്ന് പറയുന്നത് PD ആവറേജ്, അതിന്റെ ഇക്വേഷൻ വരുന്നത് ICC ഇൻറ്റു VCC ആണ്. അവിടുത്തെ കറണ്ട് അതുപോലെ തന്നെ VCC വോൾട്ടേജ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ PD ആവറേജ് കിട്ടും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഫിഗർ ഓഫ് മെറിറ്റിന്റെ യൂണിറ്റ് പൈക്കോ ജൂൾ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഹാഫ് ആഡർ ദ ക്യാരി ഔട്ട്പുട്ട് ഈസ് ഹൈ ഇഫ് ദ ഇൻപുട്സ് ആർ. നമുക്കറിയാം ഹാഫ് ആഡറിൽ എന്തായിരിക്കും? നമ്മുടെ ഇൻപുട്സ് എല്ലാം ഹൈ ആയിരിക്കുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവൂ. ഇവിടെ ഇൻപുട്സ് എല്ലാം കൊടുത്തിരിക്കുന്ന ഹൈ ആയിട്ടുള്ള ഏത് ഓപ്ഷനാ ഉള്ളത്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ 111 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഹാഫ് ആഡറിന്റെ ട്രൂത്ത് ടേബിളോട് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇൻപുട്സ് A-Bയും പിന്നെ സം ഉണ്ടാവും, ക്യാരി ഉണ്ടാവും. അതിൽ ഹാഫ് ആഡർ ആകുമ്പോൾ നമുക്ക് 2 ബിറ്റ്സ് എടുത്താൽ മതി. അപ്പോൾ 0 0 0 1 1 0 1 1. ഓക്കെ, ഇതിൽ സം വരുന്നത് 0 വരും, ഇവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വിത്ത് ക്യാരി 1 വരും. ഓക്കെ, ബാക്കി എല്ലായിടത്തും ക്യാരി 0 ആയിരിക്കും. അപ്പൊ നോക്കുക, ഇൻപുട്സ് രണ്ടും ഹൈ ആവുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് ഹൈ ആവുക. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ മോഡ് 32 കൗണ്ടർ? ഇവിടെ മോഡുലസ് കൗണ്ടറിന്റെ കാര്യമാണ് പറയുന്നത്. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സും നമ്മുടെ മോഡുലസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, അതിവിടെ അറിഞ്ഞിരിക്കണം.
2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m എന്നുള്ളതാണ്. ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും. അതേപോലെ m എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് കൗണ്ടർ ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് കൗണ്ടർ ആണ്. ഇവിടെ ഈ തന്നിരിക്കുന്ന m എന്താണ്? ഇവിടെ ഇത് സ്മോൾ m ആണ്. ഇവിടെ ഈ തന്നിരിക്കുന്ന m എന്ന് പറയുന്നത് 32 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 32 വരണമെങ്കിൽ ഈ 2 എന്ത് വന്നാലാണ് 32 വരിക? 5 വരുമ്പോഴല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് n ഈക്വൽ ടു 5 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ സ്മോളസ്റ്റ് ഇൻഡിജർ n ദാറ്റ് സാറ്റിസ്ഫൈ ദിസ് ഇനിക്വാളിറ്റി ഈസ് കോൾഡ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് ഈ ഇനിക്വാളിറ്റിയെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന മിനിമം വാല്യൂ ഓഫ് n ആയിരിക്കും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഡി 5 ആണ് റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the minimum number of 2 input NAND gates required implementing a 2 input XOR gate. ഇവിടെ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നതും അതേപോലെ നോർ ഗേറ്റ് എന്ന് പറയുന്നതും നമുക്കറിയാം യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. ഇതിന് എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്? ഈ ഗേറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള ബേസിക് ഗേറ്റ്സ് എല്ലാം കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സോർ ഗേറ്റ്, 2 ഇൻപുട്ട് എക്സോർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എത്ര നാൻഡ് ഗേറ്റ്സ് വേണം എന്നാണ്. ഇവിടെ ഓപ്ഷൻ ബി 4 ആണ് ആൻസർ വരിക. പക്ഷെ ഇത് പല ക്വസ്റ്റ്യൻസിലും എക്സോർ ഗേറ്റ് എന്നുള്ളത് നോട്ടോ ആൻഡോ ഓറോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അത് നമുക്കൊരു ടേബിൾ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാം. ലോജിക് ഗേറ്റ്സ്, അതേപോലെ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതേപോലെ നോർ ഗേറ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് നോട്ട് ആണ്. നോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ നാൻഡ് ആയാലും നോർ ആയാലും ഒരൊറ്റ ഗേറ്റ് മതിയാവും. അതേപോലെ അടുത്തത് ആൻഡ് ആണ്. ആൻഡ് കൺസ്ട്രക്ട് ചെയ്യാൻ നാൻഡ് ഗേറ്റ് 2 വേണം. അതേപോലെ നോർ ഗേറ്റ് ആണെങ്കിൽ 3 നമ്പർ വേണം. ഓർ ഗേറ്റ് ആണ് നെക്സ്റ്റ്. ഓർ ഗേറ്റ് ആണെങ്കിൽ ഇവിടെ 3യും ഇവിടെ 2 ആയിരിക്കും വരിക. അതേപോലെ എക്സോർ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന പോലെ നാൻഡ് ഗേറ്റ് എത്ര വേണം? 4 എണ്ണം വേണം. നോർ ഗേറ്റ് ആയിരുന്നുവെങ്കിൽ 5 വേണമായിരുന്നു. അതേപോലെ എക്സ് നോർ ഗേറ്റ് ഉണ്ട്, ഈ എക്സോറിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ അത് 5 ആണ് നാൻഡ് ഗേറ്റ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ വേണ്ടത്. അതേപോലെ എക്സ് നോർ ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 4 നോർ ഗേറ്റ്സ് വേണം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒരു നാൻഡ് ഗേറ്റ് മതി, അതേപോലെ ഒരു നോർ ഗേറ്റ് മതി. ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ 2 നാൻഡ് ഗേറ്റ്സ് വേണം. 3 നോട്ട് ഗേറ്റ്സ് ആണ് വേണ്ടത്, 2 നാൻഡ് ഗേറ്റ്സ് ആണ് വേണ്ടത്. ഓർ ഗേറ്റ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണതെങ്കിൽ നമുക്ക് 3 നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് വേണം. അതേപോലെ തന്നെ 2 നമ്പർ ഓഫ് നോർ ഗേറ്റ്സ് വേണം. ഈ ടേബിൾ ബൈഹാർട്ട് ചെയ്തിരുന്നാൽ ഈ ഒരു പോർഷനിൽ നിന്ന് എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ ടേബിൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചോളാം. നോർ ഗേറ്റിന്റെയും നാൻഡ് ഗേറ്റിന്റെയും നമ്പേഴ്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ TTL ഫാമിലി ഹൈ ഔട്ട്പുട്ട് കറസ്പോണ്ട്സ് ടു. എന്താണ് ഈ TTL എന്ന് പറയുന്നത്? TTL എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ലോജിക് ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നമ്മുടെ TTLന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഏത് റേഞ്ചിലാണ് വരിക എന്നാ പറയുന്നത്. അതിന് നമുക്കൊരു ടേബിൾ പോലെ ഓർത്ത് വെച്ചിരിക്കുക. അവൈലബിൾ TTL ഇൻപുട്ട് സിഗ്നൽ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ആണ്, പക്ഷെ ഇൻപുട്ടിന്റെ കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓർത്ത് വെച്ചിരിക്കുക. ഇതേ റേഞ്ചിൽ തന്നെ ഔട്ട്പുട്ട് സിഗ്നലിന്റെ കാര്യം പറയും. ഔട്ട്പുട്ട് സിഗ്നൽ ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് സിഗ്നലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 2.4 വോൾട്ട് ടു 5 വോൾട്ട് ആയിരിക്കും. ഇതാണ് ഔട്ട്പുട്ട് ഹൈ റേഞ്ച് എന്ന് പറയുന്നത്. ഹൈ ഔട്ട്പുട്ട് റേഞ്ച് എന്ന് പറയുന്നത് 2.4 ടു 5 വോൾട്ട് ആണ്. അതേപോലെ ലോ ഔട്ട്പുട്ട് റേഞ്ച് എന്ന് പറയുന്നത് 0 to 0.5 വോൾട്ട് ആണ്. ഓക്കെ, ഇത് എങ്ങനെ ചോദിച്ചാലും കറക്റ്റ് ചെയ്യണം. ലോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 to 0.5 ആണ്. അതേപോലെ ഇൻപുട്ടിന്റെ കാര്യം വരുമ്പോൾ 2 വോൾട്ട് ടു 5 വോൾട്ട് ആണ് എന്താണ് ഹൈ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ഇൻപുട്ട്. അതേപോലെ തന്നെ ലോ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 to 0.8 വോൾട്ട് ആണ്. അതാണ് എന്തറിയപ്പെടുന്നത്? ലോ ഇൻപുട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഔട്ട്പുട്ട് ആണ്. TTLന്റെ ഹൈ ഔട്ട്പുട്ട്. ഇവിടെ ഹൈ ഔട്ട്പുട്ട് ഏതാണ്? ഹൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2.4 to 5 വോൾട്ട് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് TTL ഫാമിലി ഓഫേഴ്സ് ലോവസ്റ്റ് പവർ ആൻഡ് ഫാസ്റ്റസ്റ്റ് ഓപ്പറേഷൻ?
നമ്മൾ ഇതിൽ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും ഷോർട്ട് കീ ഡയോഡ് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അതായത് ലോ പവർ ഷോർട്ട് കീ ഡയോഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ലോവസ്റ്റ് പവർ കൺസംഷനും ഫാസ്റ്റസ്റ്റ് ഓപ്പറേഷനുമാണ് ഉണ്ടാവുക. പക്ഷേ സ്റ്റാൻഡേർഡ് TTL യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മോസ്റ്റ് ബേസിക് TTL സർക്യൂട്ടാണ്, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവും ആണ്. പക്ഷേ ഷോർട്ട് കീ ആണ് നമുക്ക് കൂടുതൽ ലോവസ്റ്റ് പവർ ഡിസിപ്പേഷനും ഫാസ്റ്റസ്റ്റ് ഓപ്പറേഷനും തരുന്നത്. അതായത് സ്വിച്ചിങ് പ്രോപ്പർട്ടി ഓഫ് ഷോർട്ട് കീ ഡയോഡാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്താണ്, ഇവിടുത്തെ കോസ്റ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് TTLനേക്കാളും ഹൈ ആയിരിക്കും. ഈ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് when J equal to 1 and K equal to 1 then it will be considered as. ഇവിടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ J എന്ന് പറയുന്നത് സെറ്റ് ഇൻപുട്ടും K എന്ന് പറയുന്നത് റീസെറ്റ് ഇൻപുട്ടും ആയിരിക്കും. ഈ രണ്ട് ഇൻപുട്സും 1 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഔട്ട്പുട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് 0ഉം 1ഉം വന്നുകൊണ്ടേയിരിക്കും. അതിന് എന്താ നമ്മൾ പറയുക, ടോഗിൾ എന്നാണ് പറയുക. ഓക്കെ, ടോഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ടോഗിൾ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ടോഗിൾ ഇറ്റ്സ് ഔട്ട്പുട്ട് ഓൺ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് എന്താണ്, റിഗാർഡ്ലെസ് ഓഫ് ദ കറണ്ട് സ്റ്റേറ്റ്. കറണ്ട് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് 0, 1 എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് പറയുന്നത് ടോഗിൾ സ്റ്റേറ്റ് എന്ന്. അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ടോഗിൾ കണ്ടീഷൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following memories uses one transistor and one capacitor? എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക, 1 ട്രാൻസിസ്റ്ററും 1 കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നത് എപ്പോഴും DRAM ആയിരിക്കും. DRAMന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേർഡ് ലൈൻ, അതേപോലെ തന്നെ താഴോട്ട് ബിറ്റ് ലൈൻ, ഇങ്ങനെയാണ് DRAMന്റെ കൺസ്ട്രക്ഷൻ വരിക. എന്നിട്ട് നമ്മുടെ ഈ വേർഡ് ലൈനിൽ നിന്നായിരിക്കും നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നേരെ ബിറ്റ് ലൈനേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് അത് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്നത് ഒരു കപ്പാസിറ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ DRAM ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്, ഇവിടെ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് വരുന്നത് കൊണ്ട് തന്നെ പീരിയോഡിക് ആയിട്ടുള്ള റീഫ്രഷ്മെന്റ് ഇവിടെ വേണ്ടി വരും SRAMനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ SRAM എന്ന് പറയുന്നതിൽ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു റീഫ്രഷിങ്ങിന്റെ ആവശ്യവും ഇവിടെ ഇല്ല. 6 or more ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫാസ്റ്റർ ആയിരിക്കും. കൂടെ തന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എന്തുണ്ടാവും, അത് കോംപ്ലക്സ് ആയിരിക്കും. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡസ് നോട്ട് റിക്വയർ റീഫ്രഷ്. പിന്നെ മെയിൻ ആയിട്ടും നമ്മുടെ ക്യാഷ് മെമ്മറിയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ SRAM ആണ്. ഓക്കെ, ക്യാഷ് മെമ്മറിയിൽ യൂസ് ചെയ്യുന്നത് SRAM ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the code which is used for parity check. നമുക്കറിയാം പാരിറ്റി ചെക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ കോഡായിട്ടുള്ള ഓപ്ഷൻ ബി ആസ്കി കോഡാണ്. ആസ്കി കോഡ് എന്ന് പറയുന്നത് ഒരു 7-bit കോഡാണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a weighted code? വെയ്റ്റഡ് കോഡ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വെയ്റ്റഡ് കോഡ് അല്ലാത്തത് തന്നിരിക്കുന്നതിൽ XS3 കോഡാണ് വെയ്റ്റഡ് അല്ലാത്തത്. ബാക്കി BCDയും 8421 ഒക്കെ വെയ്റ്റ്സ് ആണ്, വെയ്റ്റഡ് കോഡാണ്. കാരണം അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് നമുക്കറിയാലോ 8421 കോഡ് എന്ന് പറയുന്നത് തന്നെയാണ് BCD, രണ്ടും സെയിം തന്നെയാണ്. അതായത് ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയ്റ്റ് ഉണ്ടാവും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പക്ഷെ XS3 കോഡിൽ അങ്ങനെ വെയിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ അതൊരു നോൺ വെയ്റ്റഡ് കോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആസ്കി കോഡ് ഈസ്. ആസ്കി കോഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓപ്ഷൻ ബി 7-bit കോഡാണ്. അതേപോലെ തന്നെ FCD-IC കോഡുണ്ട്. ഈ കോഡിനെ നമുക്ക് എപ്സിഡിക് കോഡ് എന്നും പറയാറുണ്ട്. അത് 8-bit കോഡായിരിക്കും. ഇതും ആസ്കിയോടൊപ്പം ഉള്ളൊരു ക്യാരക്ടർ കോഡാണ്. ഇവിടുത്തെ ബിറ്റ്സ് എന്ന് പറയുന്നത് 8-bit ആസ്കി കോഡിലെ ബിറ്റ്സ് എന്ന് പറയുന്നത് 7-bit കോഡും ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ വെയ്റ്റഡ് കോഡ്. നേരത്തെ ചോദിച്ച പോലെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കോഡ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിൽ XS3 കോഡ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, അതായിരുന്നു നോൺ വെയ്റ്റഡ്. ഇവിടെ എന്താണ്, ഗ്രേ കോഡാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, XS3യും ഗ്രേ കോഡും ഒരു നോൺ വെയ്റ്റഡ് കോഡാണ്. അതിന്റെ പൊസിഷൻസിന് വെയിറ്റ് ഇല്ല. ബാക്കി ബൈനറി, ഹെക്സാഡെസിമൽ, BCD ഒക്കെ
വെയ്റ്റഡ് കോഡ്സിന് എക്സാമ്പിൾ ആണ്. സോ ഇവിടെ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.